Hi, hello dear students. Welcome back to Future Plus Academy. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇൻടേക്ക് സിക്സ്ത് സെം സ്റ്റുഡൻസിന്റെ അവരുടെ പ്രൊജക്ട് അഥവാ ഡെസർട്ടേഷന്റെ മാർഗനിർദ്ദേശങ്ങൾ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. അതായത് ഇപ്പം 3 ഇയർ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ചെയ്യുന്നവരുടെയാണ് പറയുന്നത്. സോ ഡിസർട്ടേഷൻ പ്രൊജക്ട് ഫോർ BA 3 year language and literature programs. So hereby notified that guidelines for the submission of dissertation project for UG language and literature, Arabic, English, Hindi, Malayalam, Sanskrit has been approved by the Honorable Vice Chancellor. Wide reference എന്ന് പറയുന്നുണ്ട്. അതായത് അവരിപ്പോൾ നിലവിൽ 5th സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ 6th സെമസ്റ്ററിലേക്കുള്ള പ്രൊജക്ടിന്റെ അഥവാ ഡെസർട്ടേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാവണം ചെയ്യേണ്ടത് എന്നെല്ലാം. ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്, ഇൻട്രൊഡക്ഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യണം, പിന്നെ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഒരു റിസർച്ചിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, റിസർച്ച് പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പം അത് എഴുതുന്ന സമയത്തും അതിന്റെ പ്രസന്റേഷനും എങ്ങനെയായിരിക്കണം. അതുപോലെ തന്നെയാണ് അതിൽ പറയുന്നത് അത് സൂപ്പർവൈസിങ് എങ്ങനെയായിരിക്കണം, ആരൊക്കെ നിങ്ങളെ പ്രൊജക്ട് വർക്ക് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഏതെങ്കിലും ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ കവർ ചെയ്യാം. പിന്നെ അക്കാഡമിക് ഇന്റഗ്രിറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേജറിസം പാടില്ല, എവിടുന്നും കോപ്പി അടിച്ചതാവരുത്. പിന്നെ ഫാബ്രിക്കേറ്റഡും ചീറ്റിങ്സും അതുപോലെ തന്നെ അങ്ങനെയുള്ള യാതൊരു കാര്യവും അവിടെ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അവയർനെസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റെഫറൻസും കാര്യങ്ങളും വെക്കുമ്പോൾ ടോട്ടൽ എത്ര പേജ് ആയിരിക്കണം നിങ്ങളുടെ റെഫറൻസ് എന്നുള്ളതും, റെഫറൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ MLA ബുക്ക് 9th ബുക്ക് നോക്കിയിട്ട് അതുപോലെ വേണം ചെയ്യാന്നുള്ളത്. ഈവൻ എത്ര പേജ് വേണം, അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിന്റെ കണ്ടന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, അതും ഇംഗ്ലീഷുകാർക്ക് സെപ്പറേറ്റ്, മലയാളംകാർക്ക് സെപ്പറേറ്റ്, ഹിന്ദിക്കാർക്ക് സെപ്പറേറ്റ്, അങ്ങനെ ഓരോന്നും വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. സോ ഈ ഒരു പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ നോട്ടിഫിക്കേഷനും അതിന്റെ താഴെയുള്ള ഡെസർട്ടേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്തായാലും 5th സെമസ്റ്ററിന് പരീക്ഷ ആവാനായി, അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് ചെയ്ത് തുടങ്ങണം. എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആവുകയുള്ളൂ. പ്രൊജക്ടിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവരായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡിഗ്രിയിൽ ആദ്യമായിട്ട് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടോപ്പിക്സ് ഒക്കെ മാക്സിമം നന്നായിട്ട് സെലക്ട് ചെയ്ത് വെക്കുക. പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് മാക്സിമം ചെയ്യുക. ആൻഡ് 5th സെമസ്റ്ററിന്റെ അസൈൻമെന്റ്സ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ-ലേൺ സ്റ്റോർ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. BA ഇംഗ്ലീഷും BA മലയാളവും കംപ്ലീറ്റ് സബ്ജക്റ്റിന്റെ സെറ്റ് 1ഉം സെറ്റ് 2ഉം അസൈൻമെന്റ്സ് നമുക്ക് ഇ-ലേൺ സ്റ്റോറിൽ ലഭ്യമാണ്. സോ ഈ ഡിസ്ക്രിപ്ഷന്റെ താഴെ ഞാൻ ഇ-ലേൺ സ്റ്റോറിന്റെ ലിങ്ക് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ അസൈൻമെന്റ്സും പർച്ചേസ് ചെയ്യാം. സോ അസൈൻമെന്റ് ലാസ്റ്റ് ഡേറ്റ് ആവാനായി. സോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.